ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചന്തപ്പൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഹൈ റേഞ്ചിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ഞങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മൂന്നാറിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കാർഷിക ഗ്രാമമാണ് മാങ്കുളം. ഇവിടെ നോക്കിയാലും കൃഷിയും കാര്യങ്ങളും സ്നേഹം നിറഞ്ഞ ആളുകളും അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന വളരെ സുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് യാത്ര. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എമ്പുരാൻ എന്ന ഈ വാഹനം അങ്ങനെ നേര്യമംഗലം പാലത്തിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അതിസുന്ദരമായ ഒരു പാലം, ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച ഈ പാലം കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. കാരണം എറണാകുളം ജില്ലയും ഹൈറേഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വർഗത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കാം. അതുപോലത്തെ കാഴ്ചകളാണ് ഈ പാലം കയറിയാൽ നമുക്ക് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈ റേഞ്ചിൻ്റെ കാഴ്ചകളിലേക്ക് നല്ല കടക്കുകയാണ് കേട്ടോ. നല്ല തണുത്ത അന്തരീക്ഷം. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട ഒരു കുഞ്ഞു ദേവാലയത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ നിങ്ങളെ കൂടി ഇത് കാണിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇത് കുരിശുപാറ എന്ന സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഇത് കുരിശുപാറ പള്ളി. അതിമനോഹരമായ തേയിലക്കാടുകൾക്ക് നടുവിൽ പണി കഴിപ്പിച്ച ഒരു കൊച്ചു ദേവാലയമാണ് കേട്ടോ. എത്ര സുന്ദരമായിട്ടാണ് ഈ ദേവാലയം പരിപാലിച്ചു വരുന്നത് നോക്കി. എത്ര സുന്ദരമായ കാഴ്ചകളാണല്ലേ. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഈ തേയിലച്ചെടികൾ വെട്ടി ഒതുക്കി ഈ മനോഹരമായ കൽപ്പാടുകൾ കയറി അങ്ങനെ സുന്ദരമായ കാഴ്ചകളാണ് ഈ ദേവാലയം നമുക്ക് തരുന്നത്. അവിടെ ഒരു അല്പനേരം നോക്കി നിന്ന് പോയിട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ വിരിപാറ എസ്റ്റേറ്റ് എത്തി. ഈ കാണുന്ന തേയിലക്കാടുകളാണ് വിരിപാറ എസ്റ്റേറ്റ്. ഇത് ലക്ഷ്മി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമാണ് കേട്ടോ കാണുന്നത്. മൂന്നാറിലെ ഏറ്റവും സുന്ദരമായ ഒരു തേയിലത്തോട്ടം നമുക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ മാങ്കുളം ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റ്. ഇതെല്ലാം ഈ മാങ്കുളം പോകുന്ന റോട്ടിൽ തന്നെയാണ് കേട്ടോ ഈ മനോഹരമായ ഈ തേയിലക്കാടുകൾ. അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആനക്കുളമാണ് കേട്ടോ. മാങ്കുളം കഴിഞ്ഞിട്ടുള്ള ഒരു ടൂറിസം പ്ലേസാണ് ആനക്കുളം. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു നദിയുണ്ട്. ഈ നദിയിൽ സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടാനകൾ കൂട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു പതിവുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആനക്കുളം. ഈ ആനക്കുളമാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ പുറകെ കാണുന്ന ഈ കൊച്ചു നദിയുണ്ടോ, അവിടെയാണ് കാട്ടാനകൾ കൂട്ടമായിട്ട് വന്ന് അവിടെ എന്തോ ഒരു ലഹരി ആ വെള്ളത്തിൽ നിന്ന് ഈ ആനകൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. അതെന്താണെന്ന് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല. എന്നാലും ആനകൾ കൂട്ടമായിട്ട് വന്ന ആ ഭാഗത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ മറ്റു വീഡിയോയിൽ കാണാം നമുക്ക്. അതുവരെ നന്ദി, സ്നേഹം, ടാറ്റ, ബൈ ബൈ.